സ്വർണ്ണാഭരണ നിർമ്മാണ തൊഴിലാളിയായ ഹരിദാസിനെ ജോലി ചെയ്യുന്നതിനിടയിലാണ് വാർഡ് മെമ്പറായ ബിന്ദു ഫോണിൽ വിളിക്കുന്നത്. മകളുടെ മരണവാർത്തയറിഞ്ഞതോടെ ആ പിതാവിന്റെ നെഞ്ചു പിടഞ്ഞു. 7 മാസങ്ങൾക്ക് മുൻപ് ഒരു വിഷുദിനത്തിലാണ് മൂത്ത മകളായ അർച്ചന വീട് വിട്ടിറങ്ങിപ്പോകുന്നത്. തുടർന്ന് ഷാരോൺ എന്ന ചെറുപ്പക്കാരനോടൊപ്പം ജീവിതം ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ ഷാരോണിന്റെ സ്വഭാവവിശേഷങ്ങൾ നേരത്തെ അറിയാമായിരുന്ന ആ പിതാവ് മകളോട് പലതവണ വീട്ടിലേക്ക് മടങ്ങിവരാനായി നിർബന്ധിച്ചിരുന്നു. എന്നാൽ അപ്പോഴൊന്നും തന്നെ മകൾ വരാൻ കൂട്ടാക്കിയില്ല. ഇപ്പോഴിതാ മാസങ്ങൾക്കിപ്പുറം വയറ്റിലൊരു കുഞ്ഞു ജീവനും വെച്ച് അവൾ വെന്തുരുകി ഇല്ലാതായിരിക്കുകയാണ്. മകളുടേത് ഒരു ആത്മഹത്യയാണെന്ന് ഇപ്പോഴും ആ പിതാവ് വിശ്വസിക്കുന്നില്ല. മകളെ ഷാരോൺ കൊലപ്പെടുത്തിയതാണ് എന്ന് തന്നെയാണ് ആ പിതാവ് ആരോപിക്കുന്നത്. വേണ്ട മോളെ, അവൻ പൊട്ടയാണെന്ന് ഞാൻ അന്നേ പറഞ്ഞതാണ്. ഉപദ്രവിക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. അവൻ ഭീഷണിപ്പെടുത്തി അവിടെ നിർത്തുകയായിരുന്നു. ഡിപ്ലോമ കഴിഞ്ഞ് ചെന്നൈക്ക് ജോലിക്ക് പോയ മകളാണ്. ഒരു ദിവസം ഡ്രസ്സ് എടുക്കാനായി പോകുക എന്ന് പറഞ്ഞ് ഇവിടെ നിന്നും പോയതാണ്. അവന്റെ കൂടെ പോയതാണെന്ന് പിന്നീടാണ് ഞങ്ങൾ അറിയുന്നത്. എന്റെ വീടിന് പിന്നിൽ വാടകയ്ക്ക് താമസിച്ചിരുന്നവനാണ്. അവനൊരു തല്ലിപ്പൊളിയാണെന്നും ക്രൂരനാണെന്നും എല്ലാവർക്കും അറിയാവുന്നതാണ്. കഞ്ചാവ് കേസ്, മയക്കുമരുന്ന് കേസ് എല്ലാമുണ്ട് അവന്റെ പേരിൽ. അവൻ എന്റെ കുഞ്ഞിനെ കൊന്നിട്ടതാണെന്നാണ് സംശയം. അമ്മയും പെങ്ങളുമൊക്കെ ഭയങ്കര ഉപദ്രവമാണ്. ഗർഭിണിയാണെന്ന് പറഞ്ഞാണ് അവൾ അവസാനമായി ഞങ്ങളെ വിളിച്ചത്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് പിതാവായ ഹരിദാസ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. ഹരിദാസിന്റെ 3 മക്കളിൽ മൂത്തയാളാണ് അർച്ചന. വീട്ടിൽ നിന്നും സ്ത്രീധനം വാങ്ങി വരണമെന്നാവശ്യപ്പെട്ടാണ് ഷാരോൺ അർച്ചനയെ ക്രൂരമായി പീഡിപ്പിച്ചിരുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. മകളുടെ കുട്ടിയെ അംഗൻവാടിയിൽ നിന്നും വിളിച്ചു കൊണ്ടുവരാൻ ഷാരോണിന്റെ അമ്മ പോയി മടങ്ങിയെത്തിയപ്പോഴാണ് അർച്ചനയുടെ കത്തിക്കരിഞ്ഞ മൃതദേഹം കണ്ടെത്തുന്നത്. വീടിന് പുറകിലെ കോൺക്രീറ്റ് കാനയിലായിരുന്നു അർച്ചന പൊള്ളിക്കരിഞ്ഞ് കിടന്നിരുന്നത്. വീടിനുള്ളിൽ വെച്ച് തീ കൊളുത്തിയ അർച്ചന ദേഹമാസകലം തീ പടർന്നതോടെ മരണവെപ്രാളത്തിൽ ഓടുന്നതിനിടെ വീടിന് പുറകിലെ കാനയിലേക്ക് വീണതാണെന്നാണ് നിഗമനം. ഇതുകൂടാതെ ഷാരോൺ ഒരു സംശയരോഗിയായിരുന്നുവെന്നും അർച്ചനയുടെ പിതാവ് ആരോപിക്കുന്നുണ്ട്. അർച്ചന പഠിക്കുന്നതിന് ഷാരോണിന് താല്പര്യമില്ലായിരുന്നു. ഒരിക്കൽ കോളേജിന്റെ മുൻപിൽ വെച്ചുപോലും ഷാരോൺ അർച്ചനയെ മർദ്ദിച്ചിരുന്നു. സംഭവം കോളേജിലെ സെക്യൂരിറ്റി ജീവനക്കാർ കണ്ടതിനെ തുടർന്ന് അർച്ചനയുടെ വീട്ടിൽ വിവരമറിയിക്കുകയായിരുന്നു. ആ സമയത്ത് കുടുംബം കേസ് കൊടുത്തുവെങ്കിലും ഷാരോണിനെ പിരിയാൻ അർച്ചന തയ്യാറായിരുന്നില്ലെന്നും അർച്ചനയ്ക്ക് ഫോൺ ഉപയോഗിക്കാൻ പോലും അനുവാദം ഉണ്ടായിരുന്നില്ല എന്നുമാണ് കുടുംബം ആരോപിക്കുന്നത്. 6 മാസങ്ങൾക്ക് മുൻപാണ് മകൾ അവസാനമായി വീട്ടിലേക്ക് വിളിച്ചത് എന്നും പിതാവ് പറയുന്നു. സംഭവത്തിൽ ഷാരോണിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സ്ത്രീധന പീഡന വകുപ്പുകൾ ചുമത്തിയാണ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.